ഹലോ, ആ എന്താ ചെയ്തളാ വരുന്നുണ്ടോ? ആ ആ എന്താ മറ്റാളുടെ പേര്? സത്യശീലന. ആ ആ ആ ശരി, പോന്നു. ഓ അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ആ ശരി ശരി. അതേ, നമ്മുടെ സ്ഥലക്കച്ചവടം ചെയ്തളല്ലേ, പുതിയൊരാളായിട്ട് വരുന്നുണ്ട്. ഗുണമുള്ളതാ, നന്നായി ഡീൽ ചെയ്ത് വിട്ടേക്കണം. കുറച്ച് ദിവസമായിട്ടേ പണിയൊന്നും നടന്നിട്ടില്ല. സാറേ നമസ്കാരം. ഞങ്ങളൊരു സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണേ. ഒരു 4 സെൻറ്റ് സ്ഥലം കച്ചവടമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്ഥലം. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ് മേടിക്കണതേ. അപ്പോൾ അതിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മേടിക്കുന്ന ആളെവിടെ? ആൾ ഗൾഫിലാണ്. വന്നില്ല, മൂപ്പര് വന്നിട്ടില്ല. നിങ്ങൾ അങ്ങോട്ട് നിൽക്കും. അല്ല ഞങ്ങളാണ്. ഞാൻ സംസാരിച്ചോളാം, അങ്ങോട്ട് നിൽക്കും. വിളിക്കാം വേണമെങ്കിൽ. ഇതിപ്പോ എന്താ ഇതില്? അത് സാറേ, എൻ്റെ ഭാര്യയുടെ അച്ഛനെ ഞങ്ങൾക്ക് തന്നതാണ്. അതിപ്പോൾ ഒരു 4 സെൻറ്റ് സ്ഥലം. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. നിലമാണ്, പക്ഷെ ഇപ്പം അത് നിലമല്ല. മണ്ണൊക്കെ ഇട്ട് നികത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ശരിക്കും പുരയിടം പോലെയാണ്. എത്ര കാലമായി നികത്തിയിട്ട്? അത് കുറേ ആയില്ലേ? കാഞ്ചന, ഈ 281/8 ഡാറ്റാ ബാങ്കിലെ തണ്ണീർത്തടം പദ്ധതിയിൽ പെട്ടതാണോ എന്നൊന്ന് നോക്കിയത്? 4 സെന്റ് കേട്ടാ. 281/8 അവിടെ കുഴിഞ്ഞു കിടക്കണ സ്ഥലം സാറേ. അല്ല, അത് നോക്കിയിട്ട് കാര്യം, ഈ പദ്ധതിയിൽ പെട്ടതാണെങ്കിൽ പ്രശ്നമാണ്. അതാണ് കേട്ടോ. 281/8 വേറെ അന്വേഷിച്ച് നോക്കി നോക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് പറയുന്നത് കിട്ടും. അതാണ് പിന്നെ. അല്ല, നിയമം ഉണ്ടാകും, നമുക്ക് നോക്കാം. അതിൽ പെട്ടാലാണ് പ്രശ്നമുള്ളൂ കേട്ടാ. കുഴപ്പമൊന്നുമില്ല. 281/8 അല്ലേ? പെട്ടിട്ടില്ല. പെട്ടു. ഇതാണ്ടോ പെട്ടു. പെട്ടിട്ടില്ല. പെട്ടു. എന്താ സാറേ? പെട്ടു. പെട്ടു. സത്യശീലൻ പെട്ടു. ഞാൻ പെട്ടു. അല്ല, ഈ വസ്തു അത് പെട്ട്. തണ്ണീർത്തടം പദ്ധതിയിൽ പെട്ടുന്ന്. പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് പുരയിടാക്കാൻ പറ്റില്ല, നിലമായിട്ട് തന്നെ കിടക്കും. അയ്യോ, അങ്ങനെ പറയല്ലേ സാർ. അത് എങ്ങനെയെങ്കിലും എനിക്കത് വിറ്റ് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ല, അത് ഒരു വഴിയില്ല. അത് നമുക്കിപ്പോൾ അങ്ങനെ നോക്കിയിട്ടേ ഒന്നും ചെയ്യാൻ ഒരു വഴിയില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. വേറൊരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞോളാം. അതായത് ഇനിയിപ്പോൾ ഇത് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ RDOനെ കണ്ടിട്ട് അപേക്ഷ കൊടുത്ത് കളക്ടറേറ്റിൽ പോയി, പിന്നെ തിരുവനന്തപുരം പോയിട്ട്. അതന്നെ പാരിജാത. അതിപ്പോ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ചിലപ്പോൾ 2 കൊല്ലമൊക്കെ പിടിക്കും. ചിലപ്പോൾ ഈ പദ്ധതിയിൽ പെട്ടോണ്ട് അത് കിട്ടൂല സാറേ. ഇതിപ്പോ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പാർട്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ സെന്റിന് എത്ര റുപ്യായിട്ടാ കൊടുക്കണം? സെന്റിന് ഇപ്പോൾ 8 റുപ്യ കിട്ടുന്നതാണ് അവർ പറയണത് സാറേ. 8 റുപ്യ തരാന്ന് പറഞ്ഞോ? എടാ, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, അവരുടെ തലയിൽ കെട്ടിവെക്കേ. നിലത്തിനൊക്കെ 2000 റുപ്യയിൽ മേലെ ഒരു സെന്റിന് കിട്ടില്ല. അതെ സാറേ. അപ്പോൾ ഇതൊന്ന് വേഗം ഒന്ന് സാറ് ശരിയാക്കി. എന്തായാലും തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞാൻ പറയാം. അത് നമുക്കിത് പുരയിടാക്കാൻ പറ്റും. അത് നമുക്ക് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ കിട്ടിയിട്ടുള്ളവരെല്ലോടും എന്താ ആയിക്കോട്ടെ, നമുക്ക് രക്ഷപ്പെടാലോ. അല്ല, അപ്പൊ ഈ സ്ഥലം ഇപ്പൊ ആരുടെ പേരില? സ്ഥലം ഭാര്യയുടെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതി തന്നാണ് സാർ. നിങ്ങളുടെ പേരിലാണ്? അപ്പൊ പിന്നെ ഇത് പുരയിടാക്കാൻ വേണ്ടിയിട്ടൊരു അപേക്ഷ കയ്യോടെ എഴുതി കൊടുത്തോ. എന്നിട്ട് പോയിക്കോ കേട്ടോ. അതൊന്ന് അപേക്ഷ ഒന്ന് വേണ്ടോടത്തൊക്കെ ഒന്ന് ഒപ്പിട്ട് മേടിച്ചോട്ടോ. എല്ലാം ഉണ്ടല്ലോ അല്ലേ?